കേരള സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം പ്രകാരം നിക്ഷേപകർക്ക് നിക്ഷേപം തിരികെ നൽകുന്നതിന് ഫണ്ട് അനുവദിച്ച് നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ നിന്നും ഉത്തരവായതനുസരിച്ചുള്ള തുക വിതരണം മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ചടങ്ങിൽ കാഞ്ഞിരപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. തുക വിതരണോദ്ഘാടനം പൂഞ്ഞാർ എം.എൽ.എ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എം.എൽ.എ. നിർവഹിച്ചു. ഈ പരിപാടിയിൽ നമ്മുടെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാൻ ഉപകരിക്കുന്നതും ഗവൺമെന്റ് ആ രംഗത്ത് നടത്തുന്ന ക്രിയാത്മകമായ സൃഷ്ടിപരമായ ഇടപെടലുകൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതുമായ പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു ചടങ്ങ് എന്നതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റായ ഒരു പ്രചാരവേലയുണ്ട്. സഹകരണ സ്ഥാപനങ്ങളാകെ പ്രതിസന്ധിയിലാണ്, സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ സുരക്ഷിതമല്ല, സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപങ്ങൾ പലപ്പോഴും ഉറപ്പുള്ളതല്ല. ഈ നിലയിലുള്ള വ്യാജമായ അടിസ്ഥാനരഹിതമായ പ്രചാരവേലകൾ സംസ്ഥാനത്താകെ നടന്നു വരികയാണ്. അത്തരമൊരു പ്രചാരണത്തിന്റെ പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ വലിയ മൂലധന നിക്ഷേപം സ്വകാര്യ മേഖലയിലേക്കും കുത്തക ബാങ്കുകളിലേക്കും അതുപോലെ തന്നെ മറ്റിതര ധനകാര്യ സംവിധാനങ്ങളിലേക്കും കൊണ്ടുപോവുക എന്നുള്ള മൂലധന ശക്തികളുടെ ഒരു വലിയ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ് സഹകരണ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഈ വലിയ പ്രചാരവേല എന്ന് സഹകരണ രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിച്ച 3 പതിറ്റാണ്ടിലധികം സഹകരണ മേഖലയിൽ പ്രവർത്തിച്ച ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പ്രവർത്തിച്ചു വരുന്നതും ലിക്വിഡേഷൻ നടപടികളില്ലാത്തതുമായ മുണ്ടക്കയം എസ്റ്റേറ്റ് തൊഴിലാളി സഹകരണ സംഘത്തിലെ 12 നിക്ഷേപകർക്ക് 16 അക്കൗണ്ടുകളിലായി 9,64,250 രൂപയാണ് വിതരണം ചെയ്തത്. ചടങ്ങിൽ കോട്ടയം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് വേണ്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ സജിനി കുമാരി AK, ജനപ്രതിനിധികളായ അഡ്വക്കേറ്റ് P. G. രാജ്, സൂസമ്മ മാത്യു, താരാമോബി, രേഖാദാസ്, അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ, പ്രകാശ് പുളികൻ, സുനിൽ തേനമാക്കൻ, റോയ് കപ്പിലുമാക്കൽ, KN സോമരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാഞ്ഞിരപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷമീർ V. മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.